ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോംസ്റ്റാർ 916. അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അൽഫാമാണ്. വീട്ടിൽ തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു അൽഫാമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതിൽ ചെറിയ ചെറിയ തെറ്റുകുട്ടികളൊക്കെ വന്നിട്ടുണ്ടാകും. കാരണം ഇരുട്ടത്ത് വെച്ചാണ് ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഉണ്ടാവും, അതെല്ലാം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് അൽഫാം തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെ നോക്കാം. കോഴി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, ഉപ്പ്, മല്ലിച്ചപ്പ്, അൽഫാം മസാല, നാരങ്ങനീര് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടുകളൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഈ അരപ്പും ഈ മസാലയും മാത്രമാണ് ഈ അൽഫാമിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം. പൊടിയും കോഴിയും ഇതൊക്കെ തമ്മിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ അരച്ചതും ഈ പൊടികളും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് അതിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കുക. കോഴിയിലൊക്കെ നന്നായി വരഞ്ഞിട്ടുണ്ട്, നന്നായി വരഞ്ഞിടണം, എന്നാലേ ആ മസാലകളൊക്കെ അതിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. നാരങ്ങ നീരാണ് അതിൻ്റെ മെയിൻ. നാരങ്ങ നീരില്ലെങ്കിൽ തൈരായാലും മതി, തൈരായാലും ബെസ്റ്റാണ്. ഇതൊരു 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ ഇതാ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഇനി ഗ്രില്ലിൽ വെക്കാൻ പോവാണ്. ഗ്രില്ല് ഇല്ലാത്തവർക്ക് നെറ്റിലാണെങ്കിൽ വെക്കാം. അൽഫാമിൻ്റെ ഗ്രില്ലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് ചുട്ടെടുക്കുമ്പോൾ കനലിലാണ് ചുട്ടെടുക്കേണ്ടത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. തീ ആളി കത്താൻ പാടില്ല. ഇതിനി കനലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 3 കല്ലൊക്കെ വെച്ച് കെട്ടി കനലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കനലിൽ അൽഫാം വേവിച്ചെടുക്കുകയാണ്. കനലേ ഉണ്ടാകാൻ പാടുള്ളൂ, തീ കത്താൻ പാടില്ല. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് ഭാഗം അപ്പുറം ഇപ്പുറവും മറച്ച് വെച്ചിട്ടൊക്കെ ആക്കി കൊടുക്കുക. എന്താ ഇപ്പം ഏകദേശം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അൽഫാം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും ആയിട്ടുണ്ട്. ഇവിടെ കറണ്ട് പോയി, അതാണ് ഇപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രോബ്ലം വന്നത്. തീരെ കാണുന്നില്ല എന്നറിയാം, എന്നാലും ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കനലിൽ നിന്ന് അതെടുക്കാം. അപ്പോൾ ഇത് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തെന്ന് അറിയാൻ നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ടൊന്നും ഇങ്ങനെ കുത്തി നോക്കിയാൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ വെന്തല്ലേ മനസ്സിലാക്കാം. ഇതെന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തായിരുന്നു. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.